ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ 7 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. അതിലെ പാർട്ട് 6 വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്താണെന്നും അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്താണെന്നാണ് നോക്കുന്നത്. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്താണ്? It is just like a normal payback period. അതായത് നോർമൽ പേ ബാക്ക് പീരീഡ് പോലത്തെ ഒരു പേ ബാക്ക് പീരീഡ് ആണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡും. ബട്ട് ഇറ്റ് കൺസിഡേഴ്സ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. അതായത് നമ്മൾ നോർമൽ ആയിട്ടുള്ള പേ ബാക്ക് പീരീഡ് ഒക്കെ നമ്മൾ നോക്കി കണ്ടു. എങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ള പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം തന്നെ ക്യാഷ് ഫ്ലോസ് എത്രയാണെന്ന് ടോട്ടലായിട്ട് നോക്കും, ഇയർലി ഉള്ള ക്യാഷ് ഫ്ലോ നോക്കും. എന്നിട്ട് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഈക്വൽ ആവുന്ന ആ ടൈമിലുള്ള ക്യാഷ് ഫ്ലോനെ, അതായത് ഏത് ഇയറിലാണോ നമ്മളെ ക്യാഷ് ഫ്ലോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ക്യാഷ് ഫ്ലോ ഈക്വൽ ആവുന്നത് അത്രയും ടൈം എടുത്തു നമുക്ക് ആ ക്യാഷ് ഫ്ലോ കിട്ടാൻ. അതായത് ആ റിട്ടേൺ ഇനീഷ്യലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ മണി തിരിച്ച് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര ടൈം എടുത്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്യാഷ് ഫ്ലോനെ കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിനെ കൊണ്ട് നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ആ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ച് കിട്ടാൻ എടുക്കുന്ന സമയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് നോർമൽ ക്യാഷ് ഫ്ലോ ആയിരുന്നു. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ആ ക്യാഷ് ഫ്ലോ മാറി എന്താവും, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ആയി മാറും. അത്ര തന്നെയുള്ളൂ, വേറൊരു വ്യത്യാസവും ഇത് രണ്ടും തമ്മിലില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. പ്രൊജക്ട് കെ ഹാസ് ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 10 lakh ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഇറ്റ്സ് ക്യാഷ് ഫ്ലോ ഫോർ ഈച്ച് ഇയേഴ്സ് ആർ 3 lakh, 3,60,000, 3 lakh, 2,64,000, 2,40,000. Determine the discounted payback period. Assuming that discount rate is 10%. 10% ഡിസ്കൗണ്ട് റേറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്രയാണ് പേ ബാക്ക് പീരീഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യാം? ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇയർ ഏതാണെന്ന് കൊടുക്കുക, ഇയേഴ്സ്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ, പിന്നെ പ്രസന്റ് വാല്യൂ, IF അതായത് ഡിസ്കൗണ്ടിങ് ഫാക്ടർ, പിന്നെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എത്ര ആണെന്നുള്ളത്, അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എത്ര ആണെന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ ക്യാഷ് ഫ്ലോ എത്ര കൊടുക്കുക, ഓരോ ഇയറിൻ്റെയും ക്യാഷ് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യാം, എഴുതുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പ്രസന്റ് വാല്യൂ ഫാക്ടർ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുക. ഡിസ്കൗണ്ടിങ് ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പം എത്രയാണ് റേറ്റ് ഇവിടെ പറ്റുന്നുള്ളത്, 10% ആണ്. 10% ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1 divided by 1.1 is equal to 0.9091 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കുക. ഇപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ ആണെങ്കിൽ 1/1.1 raised to 2 ഈക്വൽ ടു 0.826. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ചെയ്യുക? ഇതിപ്പോൾ റൈസ് ടു 2 ഒക്കെ ചെയ്യുന്നത് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 1/1.1 അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 0.909 കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഈക്വൽറ്റും കൂടി അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0.826 കിട്ടും. അതെന്താണ് അങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഇത് നമ്മൾ ഓൾറെഡി ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ആ കാൽക്കുലേറ്ററിൽ എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടി. അപ്പോൾ കാൽക്കുലേറ്ററിൽ പിന്നെ നമ്മൾ ഈക്വൽറ്റി അടിക്കുമ്പോൾ അതെന്താ ആവുന്നതെന്ന് വെച്ചാൽ, ആ എമൗണ്ടിനെ പിന്നെ ഒന്നുകൂടി മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവിഷൻ, ഇപ്പം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള എന്താണോ അതൊന്നുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അതായത് 1 divided by 1.1 divided by 1.1 divided by 1.1 അങ്ങനെ ഡിവൈഡ് ബൈ 1.1 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ ഈക്വൽറ്റി അടിക്കുമ്പോൾ, അതായത് റൈസ് ടു 2 പകരം കിട്ടുന്ന, അതായത് ഇപ്പം 1 divided by 1.1 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1.1 ഇൻറ്റു 1.1 ആണ് അല്ലേ? ഇത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി ഈക്വൽ അടിക്കുമ്പോൾ ഈ ഇക്വേഷൻ തന്നെ 1 divided by 1.1 ഇത് തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ്, ഓരോ ഇയറിൻ്റെയും ഓരോ ഈക്വൽ അടിക്കും തോറും നിങ്ങൾ സെക്കൻഡ് ഇയറിൻ്റെ കിട്ടുന്നു, തേർഡ് ഇയറിൻ്റെ കിട്ടുന്നു, അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും, പ്രസന്റ് വാല്യൂ ഫാക്ടർ അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ഫാക്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നോർമലി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എടുത്താൽ മതി. അപ്പോൾ അതെടുക്കുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ.
അല്ലാത്തടത്താൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ റൗണ്ടിങ് ഓഫിൻ്റെ ഡിഫറൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യുക, ക്യാഷ് ഫ്ലോ ഡിസ്കൗണ്ട് ചെയ്യുക. ഓരോ ഇയറിൻ്റെയും ക്യാഷ് ഫ്ലോ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ കിട്ടും. എന്നിട്ട് ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ആയിട്ട് മാറ്റിയേക്കാം. കുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയിൽ കാണുന്നത് ഓരോ ഇയറിൻ്റെയും ക്യാഷ് ഫ്ലോനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആ ഇയറിലേക്ക് എത്ര ഉണ്ടെന്നാണ് കാണുന്നത്. ഇപ്പോൾ 2,72,730 എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഫസ്റ്റ് ഇയറിലേക്ക് 2,72,730 ഉണ്ട്, സെക്കൻഡ് ഇയറിലേക്ക് 2,97,000 ഉണ്ട്. അങ്ങനെയാണ് ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. കുമുലേറ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 2,72,730 കിട്ടി. സെക്കൻഡ് ഇയർ വരെ, സെക്കൻഡ് ഇയർ ടിൽ സെക്കൻഡ് ഇയർ നമുക്ക് 5,70,000 കിട്ടി. അതായത് ഫസ്റ്റ് ഇയറിൻ്റെ ക്യാഷ് ഫ്ലോവും അതിൽ ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൻ്റെ ക്യാഷ് ഫ്ലോ ഇൻക്ലൂഡഡ് ആണ്. അതായത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ടോട്ടലായിട്ടുള്ള സെക്കൻഡ് ഇയർ വരെ നമുക്ക് ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണ് കുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, കുമുലേറ്റ് ചെയ്ത് അതാണ് കുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എടുക്കുന്നു. കുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൺസിഡർ, ഇപ്പം നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ 10 lakh ആണ് വരുന്നത്. അപ്പോൾ ആ 10 lakh നമുക്ക് എവിടെയാണ് കവർ ആവുന്നത് നമ്മൾ ആദ്യം നോക്കണം. ഇപ്പം ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിൽ ഇതെവിടെയാണ് ഈ 10 lakh കവർ ആകുന്നത്, ഈ 5th ഇയറിലാണ് 10 lakh കവർ ആകുന്നത് അല്ലേ, 5th ഇയറിലാണ് 10 lakh കവർ ആകുന്നത്. അപ്പോൾ ആ 10 lakh കവർ ആവുന്നതിൻ്റെ നേരെ മുന്നുള്ള ഇയർ നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. അതായത് ഇത്രയും ഇയറിലേക്ക് നമുക്ക് ക്യാഷ് ഫ്ലോ കിട്ടിയത് 9,75,792 ആണ് നമുക്ക് ഇതുവരെ കിട്ടിയ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ടിൽ 4th ഇയർ നമുക്ക് 10 lakh ആയിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് വേണം, 4 ഇയർ എന്തായാലും നമുക്ക് വേണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് 5th ഇയറിലെ കുറച്ച് പാർട്ടും കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതായത് അത്രയും പാർട്ടായാലും നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഇതിലൂടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ 4 ഇയേഴ്സ് എന്താണ്, ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതായത് ഈ 4 ഇയർ ആയപ്പോഴും നമുക്ക് 10 lakh കവർ ആയിട്ടില്ല. അപ്പോൾ കവർ ആയിട്ടില്ലെങ്കിൽ അത്ര ഇയർ എന്തായാലും നമുക്ക് വേണ്ടി വരും. ഇനി അടുത്തതായിട്ട് 10 lakh നമുക്ക് 5th ഇയറിൽ 10 lakh ആവുന്നില്ല അല്ലെ, ഈ 5th ഇയറിൽ 10 lakh അല്ല 11 lakh ആവുന്നുണ്ട്. അപ്പോൾ 5th ഇയറിൻ്റെ ഒരു പാർട്ടിലാണ്, അതായത് ഇപ്പം ഹാഫിലോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഒക്കെ ആയിട്ടായിരിക്കും അത് ഫില്ലാകുന്നത്. ഇപ്പോൾ 5th ഇയർ സ്റ്റാർട്ടായി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേനും 10 lakh ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് വേണം, കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് 4 ഇയർ ഇത്ര മന്ത് ആയപ്പോഴാണ് നമുക്ക് ക്യാഷ് ഫ്ലോ കിട്ടിയത് നമുക്ക് അറിയണം. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് വരുന്നത്, ഈ ഒരു ഇക്വേഷൻ കൊടുക്കുന്നത്. അതായത് 4 ഇയർ പ്ലസ് 10 lakh മൈനസ് 9,75,792. അത് ഇതെന്താണ്, ഇത് നമ്മളെ ലാസ്റ്റ്, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇയേഴ്സിൻ്റെ ക്യാഷ് ഫ്ലോ. അതിൽ നിന്ന് നമുക്ക് എത്ര 10 lakh എത്താൻ എത്ര ഡിഫറൻസ് ഉണ്ട്, അത് 10 lakh കൂടി എത്താൻ നമുക്ക് എത്ര ക്യാഷ് ഫ്ലോ കൂടി വേണമെന്നുള്ളതാണ് ഈ നോമിനേറ്ററിൽ നമ്മൾ കൊടുക്കുന്നത്. അത് എത്രയാണ്, 24,208 ആയിരിക്കും നമുക്ക് എന്ത് വേണ്ടത്, ഇനിയും നമുക്ക് ക്യാഷ് ഫ്ലോ 10 lakh എത്താനാണ് വേണ്ട നമ്മളെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അത് ഡിവൈഡഡ് ബൈ ഇതേതാ ഫിഗർ, ഇത് നമ്മൾ പറയുന്നത് 5th ഇയറിൻ്റെ ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ നോക്കുന്നത്. അത് ഇപ്പോൾ ഈ ക്യാഷ് ഫ്ലോ വരുന്നത് 5th ഇയറിലാണ്. ഇപ്പോൾ 5th ഇയറിൽ ടോട്ടലായിട്ട് നമുക്ക് എത്ര ക്യാഷ് ഫ്ലോ ഉണ്ട്, 1,49,060 ആണ് എന്ത് പറയുന്നത് ടോട്ടലായിട്ട് ആ 5th ഇയറിലെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആ 5th ഇയറിൽ ടോട്ടൽ ക്യാഷ് ഫ്ലോയിൽ നിന്നും ഈ 24,208 കവർ ആവുന്ന ആ ടൈം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുന്നത്. അതായത് 10 lakh മൈനസ് 9,75,792 ഡിവൈഡഡ് ബൈ 1,49,060 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ഡിഫറൻഷ്യൽ, ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ടൈം കിട്ടും. അതായത് എത്ര മന്താണ് 5th ഇയറിൽ തന്നെ എത്രാമത്തെ മന്താവുമ്പോഴാണ് ആ ക്യാഷ് ഫ്ലോ കംപ്ലീറ്റ് ആകുന്നത്. അതായത് ആ 10 lakh നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ആകുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, കോൺസെപ്റ്റ്സ് മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ചെയ്ത് നമുക്ക് 1/6 എന്നാണ് കിട്ടുക. 1/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/6 × 12 months എന്ന് ചെയ്താൽ എത്രയാണ് കിട്ടുക, 2 months ആണ്. അപ്പോൾ 4 ഇയർ പ്ലസ് 2 months ആയിരിക്കും നമ്മുടെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് വരുന്നത്.
അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് നോർമൽ പേ ബാക്ക് പീരീഡ് ചോദിക്കും, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ചോദിക്കും, NPV ചോദിക്കും. അപ്പോൾ അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോർമൽ പേ ബാക്ക് പീരീഡ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ, ഇത് എന്ത് ചെയ്യുക, 3,60,000 ഉള്ളത് ക്യുമുലേറ്റീവ്, അതായത് ക്യാഷ് ഫ്ലോ നേരെ ക്യുമുലേറ്റീവ് ആക്കിയാൽ മതി. അപ്പോൾ 6,60,000, 9,60,000 അങ്ങനെ വെച്ച് എന്ത് ചെയ്യാം, നിങ്ങൾ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ആക്കിയിട്ട് അതിൽ നിന്ന് 10 lakh എത്തുന്ന ആ ഇയറിനെ, അതായത് 10 lakh എത്തുന്നതിൻ്റെ നേരെ മുന്നുള്ള ഇയറിനെ എടുക്കുക, തേർഡ് ഇയർ പ്ലസ് ആ ഡിഫറൻഷ്യൽ എമൗണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ക്യാഷ് ഫ്ലോ എത്രയാണെന്ന് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ, കമ്പൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ മിക്കവാറും NPV ചോദിക്കുക. NPV ചോദിക്കുകയാണ് എന്താണ്, നിങ്ങൾ ഓൾറെഡി ഇവിടെ ടോട്ടൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ എത്രയാണെന്ന് പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഫ്ലോ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോന്റെ ലാസ്റ്റ് വരുന്ന എന്തായിരിക്കും, ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് ആയിരിക്കും അല്ലേ, ആണ്. അപ്പോൾ ഇത് മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, NPV കിട്ടും. അപ്പോൾ NPV ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഈ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോന്റെ ടോട്ടലിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, നേരെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, NPV കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുക. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ആസ്പെക്ട്സും കൂടി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്ന്, അപ്പോൾ ടോപ്പിക്സ് ഏതാണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിലുള്ളത്. മെയിനായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് നമ്മൾ കവർ ചെയ്തു, ബാക്കിയും ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6ഉം 7ഉം ഉണ്ട്. 6 നമ്മൾ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് ഇനി വലിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കവർ ആവുന്ന ടോപ്പിക്സ് തന്നെയാണുള്ളത്. അതുപോലെ തന്നെ 7 നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, അതായത് IRR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കിയുള്ള NPVയും പ്രസൻറ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒന്നും വലിയ പ്രശ്നമുള്ളതല്ല അതിൽ. അപ്പോൾ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാം, നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നീടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8, a doctor is planning to buy a X-ray machine for hospital. He has two options: either purchase the machine by making a cash payment of 5 lakh or 6,50,000 to be paid in 6 annual installments. Which option do you suggest to doctor? Assume that rate of return is 12%, 12% present value of ₹1 at 12% rate of discount for 6 years is equal to 4.11. അപ്പോൾ ഇത് പ്രസൻറ്റ് വാല്യൂ, ആനുറ്റി ഫാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ എന്താണ് ആനുറ്റി ഫാക്ടർ എന്നൊന്നും അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ് ഇത് സംഭവം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് നോർമൽ ക്വസ്റ്റ്യൻ ആണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗിവൺ എടുത്ത് എഴുതുക. ഗിവൺ എന്താണെന്ന് നോക്കുക. ആദ്യം തന്നെ എന്തൊക്കെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് പേയ്മെൻറ്റ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, $5 lakh ഉള്ള കേസ് ഉണ്ട്, ഫസ്റ്റ് കേസ്. അതുപോലെ തന്നെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് 6,15,000 ടു ബി പെയ്ഡ് 6 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 6,15,000 divided by 6 is equal to 6 divided by 6 1, 15 divided by 6. അപ്പോൾ ഇതെത്ര വരും, 1,02,500. അതായത് 1,02,500 ഇയർലി പേയ്മെൻറ്റ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, 2 മെത്തേഡ്സ് ആണ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 at 12% റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഫോർ 6 years ഈസ് ഈക്വൽ ടു 4.11 തന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, റേറ്റ് ഓഫ് ₹1 at 12% എന്ന് പറയുമ്പം 12% ഇൻട്രസ്റ്റ് റേറ്റ് KO അല്ലെങ്കിൽ KE ഈസ് ഈക്വൽ ടു 12% എന്നാണ് പറയുന്നത്. 12%
ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യാൻ പറയുന്നത്. ദ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 12%. ആ 12% 1 rupee at 12% rate of discount for 6 years is equal to 4.11. അതായത് 6 ഇയേഴ്സിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആഡ് ചെയ്താൽ അതാണ് ഈ 1 rupee at 12% റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് 1 ഡിവൈഡഡ് ബൈ 1.12 ഉദ്ദേശിക്കുന്നത്. 1 ഡിവൈഡഡ് ബൈ 1.12 എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 ഡിവൈഡ് ബൈ 1.12 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫിഗർ വരിക? 1 divided by 1.12 is equal to 1 divided 1.12 is equal to 0.8928 സംതിങ് ആയിരിക്കും വരുന്നത്. അപ്പോൾ 1 divided by 1.12 എന്ന് പറഞ്ഞാൽ 0.8928 ആണ്. അപ്പോൾ ഇതായിരിക്കും എന്ത് ₹1 at 12% എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഫാക്ടർ ഫോർ 6 years എന്ന് പറയുമ്പം 6 ഇയേഴ്സിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ നിങ്ങൾ ആഡ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഫോർ 6 years ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ആനുറ്റി ഫാക്ടർ എന്ന് വേണമെങ്കിലും പറയാം. ആനുറ്റി ഫാക്ടർ എന്ന് വേണമെങ്കിലും പറയാം. ഈ ആനുറ്റി ഫാക്ടർ ഏത് ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യാഷ് ഫ്ലോസ് സെയിം ആണെങ്കിൽ, എല്ലാ ഇയേഴ്സിലെയും ക്യാഷ് ഫ്ലോസ് സെയിം ആണെങ്കിൽ, ഇഫ് ക്യാഷ് ഫ്ലോ ഈസ് same for all years, then we can use annuity factor instead of discounting factor. അപ്പം ഞാനിത് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു, കാരണം നിങ്ങൾക്ക് ഭാവിയിലും ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ആനുറ്റി ഫാക്ടർ എന്താണെന്നൊക്കെ ആവശ്യം വരും. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ആനുറ്റി ഫാക്ടർ എന്ന് പറയുമ്പം ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇതിൽ നിങ്ങൾ 1,02,500 ആണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് പ്രസൻറ്റ് വാല്യൂ ഓഫ് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഇയേഴ്സ് 1, 2, 3, 4, 5, 6 ഇയേഴ്സിലേക്കുണ്ട്. എല്ലാ ഇയേഴ്സിലേക്കും എത്ര തന്നെയാണ്? ഒരേ ക്യാഷ് ഫ്ലോ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എങ്ങനെയാണ്? ഡിസ്കൗണ്ടിങ് ഫാക്ടർ 12% എന്ന് പറയുമ്പം 0.898 ആണ് ഫസ്റ്റ് ഇയർ നമ്മൾ കണ്ടത്. 1 divided by 1.12 0.898 0.893 ആണ് വരിക. 0.893 ഈക്വൽ ടു 0.797 0.712 0.6355 0.567 0.51 അല്ലെങ്കിൽ 0.507 ഇങ്ങനെയാണ് ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഡിസ്കൗണ്ട് ചെയ്യാണ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ 1,02,500 ഇൻറ്റു 0.898 is equal to 92,045 0.797 81,692.5 0.712 72,980 0.6355 65,138.75 0.567 58,117.5
0.507 5196 7.5. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഇത് എത്രയാണ് നമുക്ക് വരുന്നത് 515811 7.5 പ്ലസ് 65138.75 പ്ലസ് 72980 പ്ലസ് 81692.5 പ്ലസ് 92045. നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് 4,21,941.25 എന്നാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് വരുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ വരുന്നത് ടോട്ടലായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടോ, എല്ലാ ഇയേഴ്സിലും ക്യാഷ് ഫ്ലോ സെയിം ആണ്. അതുപോലെ തന്നെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇത് നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ഈ എമൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയിട്ടുള്ളത്? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയല്ലേ, ഇത് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പുറത്തുള്ള എമൗണ്ട്. ഓക്കെ, അത് ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഓരോന്നിനെ ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെ നിങ്ങൾ ലെറ്റ് മീ ഷോ യു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇവിടെ എഴുതി കാണിക്കാം. അപ്പോൾ 1,02,500 ഇൻറ്റു 0.893 പ്ലസ് 1,02,500 ഇൻറ്റു 0.797 പ്ലസ് 1,02,500 ഇൻറ്റു 0.712 പ്ലസ് 1,02,500 ഇൻറ്റു 0.6355 പ്ലസ് 1,02,500 ഇൻറ്റു 0.567 പ്ലസ് 1,02,500 ഇൻറ്റു 0.507. ഇങ്ങനെയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോസ് വരുന്നത് ടോട്ടലായിട്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യമുണ്ട്. അതായത് നമ്മളിപ്പം ആഡ് ചെയ്യുമ്പോൾ ലെസ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫിഗറിന് എന്ത് ചെയ്യാം, കോമൺ ആയിട്ടുള്ള ഫിഗറിനെ നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, അതായത് 1,02,500 എന്ന് പറയുന്നതാണ് ഇവിടെ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഫിഗറാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാത്രം ഒന്ന് ബ്രാക്കറ്റിലേക്ക് ആക്കുക. അതായത് ഇതിനെ മാത്രം പുറത്തേക്ക് എടുക്കുക. ഇതിനെ മാത്രം പുറത്തേക്ക് എടുത്താൽ ഇതിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മൾട്ടിപ്ലൈ ഇവിടെ 1,02,500 ഇൻറ്റു 0.893 ആണ്. അതുപോലെ തന്നെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യേണ്ടി വരും, അതായത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇൻറ്റു 0.893 പ്ലസ് 0.797 പ്ലസ് 0.712 പ്ലസ് 0.6355 പ്ലസ് 0.567 പ്ലസ് 0.507 ഇങ്ങനെ വരും. അതായത് ഇത് നമ്മൾ ഇതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഫിഗേഴ്സ് കിട്ടും. 1,02,500 ഇൻറ്റു 0.893 ഈക്വൽ ടു 1,02,500 ഇൻറ്റു 0.83 പ്ലസ് 1,02,500 ഇൻറ്റു 0.797 അത് തന്നെയാണ് രണ്ടാമത്തെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതായത് 1,02,500 കോമൺ ആക്കി നമ്മൾ ഫിഗർ ആക്കി എടുത്ത് അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ആ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ സാധനത്തിന് പറയുന്ന പേരല്ലേ ആനുറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഫിഗറിനെ പറയുന്ന പേരാണ് ആനുറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നേരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആനുറ്റി ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ, ടോട്ടൽ ക്യാഷ് ഫ്ലോസിന്റെ എമൗണ്ട് കിട്ടില്ലേ, കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പം ഫൗണ്ടേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫൗണ്ടേഷനിലൊക്കെ ഇക്വേഷൻ ആയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എന്ത്, ആനുറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു ആനുറ്റി, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു ആനുറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും ഇക്വേഷൻ ആയിട്ട്. അപ്പോൾ ആ ഇക്വേഷൻ എന്താണ്, എങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നത്, എന്താണ് ആ സംഭവം എന്നുള്ളതാണ് ഇത്. ഇത് ജസ്റ്റ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസിനെ ആഡ് ചെയ്താൽ കിട്ടുന്ന സാധനത്തിനാണ് ആനുറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആനുറ്റി ഫാക്ടർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എന്താണ്, നമ്മൾ സാധാരണ, അതായത്
ആ ആൻറ്റി ഫാക്ടർ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, ക്യാഷ് ഫ്ലോ എപ്പോഴും സെയിം ആയിരിക്കണം. ക്യാഷ് ഫ്ലോ ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ 1,02,500 നമ്മൾ എന്ത് ചെയ്തു, കോമൺ ആക്കി ഒരു ഫിഗർ ആക്കി എടുത്തു. ആ കോമൺ ആക്കി എടുക്കാൻ കാരണം എന്താണ്, അത് എല്ലാ ഇയേഴ്സിലും ആ 1,02,500 ഉള്ളതിനെ കൊണ്ടാണ്. അപ്പം അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനൊരു കോമൺ ഫിഗർ ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ കൊണ്ടാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ്, അതായത് ആനിറ്റി ഫാക്ടർ യൂസ് ചെയ്യുന്ന ആ ടൈം എന്ന് പറയുന്നത് നമ്മൾ സെയിം ക്യാഷ് ഫ്ലോ ഈച്ച് ഇയേഴ്സിലുള്ള കേസിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കേസിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് നോക്കാമല്ലോ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ്, ഇതാ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇത് നമ്മൾ ക്യാഷ് ഫ്ലോ ഇങ്ങോട്ട് കിട്ടുന്നതല്ല, ഇത് നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കുന്ന ക്യാഷ് ഔട്ട് ഫ്ലോസ് ആണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ ആയിരിക്കും ഇത് വരുന്നത്, അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പ്രസൻറ്റ് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്ന ക്യാഷ് ഫ്ലോസിന് മാത്രം കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ അങ്ങോട്ട് പോകുന്ന ക്യാഷ് ഫ്ലോസിന് ക്യാഷ് എപ്പം പോവുകയാണെങ്കിലും അതിൻ്റെ ടൈം നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ക്യാഷ് പോവുകയാണെങ്കിലും ക്യാഷ് വരികയാണെങ്കിലും നമ്മൾ അതിൻ്റെ ടൈം കൺസിഡർ ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ ഇതിൽ നമ്മൾ എന്താണ്, ക്യാഷ് ഫ്ലോ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നു എന്നുള്ളതല്ല. 5 lakh rupees നമ്മൾ ഇപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു എക്സ്റേ മെഷീൻ വാങ്ങണോ, അല്ലെങ്കിൽ 6,15,000 നമ്മൾ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ പ്രസൻറ്റ് നോക്കിയിട്ട് നമ്മൾ വാങ്ങണമെന്നുണ്ടാകും. ഒറ്റയടിക്ക് നോക്കുമ്പോൾ എന്താണ്, നമ്മൾ ഈ ഇൻസ്റ്റാൾമെൻറ്റിലൂടെ നോക്കുമ്പോൾ നമുക്ക് 6,15,000 എന്ന് പറയുന്നത് എത്രയാണ്, 1,15,000 എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന പോലെയാണ്. പക്ഷേ നമ്മുടെ ഡിസ്കൗണ്ടഡ് ഫാക്ടർ, അതായത് നമ്മുടെ ഡിസ്കൗണ്ടഡ് ഫാക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്. അപ്പോൾ ആ 12% നമ്മൾ വേറെ ആണെങ്കിൽ ഈ ഫണ്ട് കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഈ 5 lakh rupees നമ്മൾ ഇപ്പം നമ്മൾ നേരെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം ഇത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 12% ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 6,15,000 നമ്മൾ എന്ത് ചെയ്യാണ്, അത് 6 ഇയേഴ്സിലേക്കായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ കൊടുക്കേണ്ടതിൻ്റെ പ്രസൻറ്റിൽ അതിന് എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഫ്യൂച്ചറിലുള്ള ഒരു ക്യാഷിന് ഇപ്പോഴത്തെ വാല്യൂ ഉണ്ടാവില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഡിസ്കൗണ്ടഡ് ഫാക്ടർ നമ്മൾ അതിനാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അങ്ങനെ നോക്കി നമ്മൾ എന്ത് ചെയ്തു, ആനിറ്റി ഫാക്ടർ എന്താണെന്ന് പഠിച്ചു. ആനിറ്റി ഫാക്ടർ എന്താണെന്ന് പഠിച്ചല്ലോ, അതായത് ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസിൻ്റെ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സിൻ്റെ എല്ലാത്തിനെയും ആഡ് ചെയ്താൽ കിട്ടുന്ന സമ്മിനെയാണ് ആനിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആനിറ്റി ഫാക്ടർ, അതായത് നമ്മുടെ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റിനെ എന്ത് ചെയ്യുക, പ്രസൻറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഫ്ലോസ് ടോട്ടൽ ക്യാഷ് ഔട്ട് ഫ്ലോ കിട്ടണമെങ്കിൽ PV ഓഫ് ടോട്ടൽ ക്യാഷ് ഔട്ട് ഫ്ലോ ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ടഡ് ഫാക്ടർ അല്ലെങ്കിൽ ആനിറ്റി ഫാക്ടർ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, ആനിറ്റി ഫാക്ടർ ഇൻറ്റു ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ EMI, ഈക്വൽ മന്ത്ലി അല്ല, ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് EAI എന്നൊന്നും എഴുതണ്ട, ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. EAI എന്നൊന്നും എഴുതി വെക്കരുത്. ഇൻസ്റ്റാൾമെൻറ്റ് ഈക്വൽ ടു ആനിറ്റി ഫാക്ടർ എത്രയാണ്, 4.11 ഇൻറ്റു ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്, 102,500. 102,500 ഇൻറ്റു 4.11 ഈസ് ഈക്വൽ ടു 421,275. നമുക്ക് എത്രയായിരുന്നു കിട്ടിയിരുന്നത്, ഉണ്ടോ, 421,941. ഇത് നമ്മളെ റൗണ്ട് ഓഫിൻ്റെ ഡിഫറൻസ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്താണ്, നമ്മൾ കാൽക്കുലേറ്റർ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ICI പ്രകാരം തന്നിട്ടുള്ള ആനിറ്റി ഫാക്ടർ 4.11 നമുക്ക് ICI തന്നിട്ടുള്ള ആ ആനിറ്റി ഫാക്ടർ വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഡിഫറൻസ്, റൗണ്ട് ഓഫിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെയിം ആയിട്ടുള്ള, അതായത് നമ്മൾ എത്ര സ്റ്റെപ്പ് ചെയ്യേണ്ടതാണ് നമ്മൾക്ക് ലാഭമായി കിട്ടിയത്, ഇത്ര നമ്മൾ ഇയേഴ്സ് എഴുതണം, എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, അതിനപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ ഈക്വൽ ക്യാഷ് ഫ്ലോസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആനിറ്റി ഫാക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ആനിറ്റി ഫാക്ടർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഓരോ ഇയേഴ്സിൻ്റെ, ഇപ്പോൾ 6 ഇയേഴ്സിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി 1 ഡിവൈഡ് ബൈ 1.12 ഈക്വൽ, അങ്ങനെ 6 ഇയേഴ്സിൻ്റെ എടുക്കുക. 6 ഈക്വൽ ടു അടിച്ചിട്ട്
എന്ത് ചെയ്യുക 6 ഇയേഴ്സിൻ്റെ എടുക്കുക. 6 ഇയേഴ്സിൻ്റെ എടുത്ത് ലാസ്റ്റ് ക്യാഷ് ഫ്ലോ വരെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ GT എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട് കണ്ടോ. ഈ GT എന്നുള്ള ബട്ടൺ എന്താ വെച്ചാൽ ഗ്രാൻഡ് ടോട്ടൽ, നമ്മൾ ഓൾറെഡി സം ചെയ്ത് വെച്ചതിനൊക്കെ ടോട്ടൽ ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഈക്വൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ GT ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും കണ്ടോ. കണ്ടോ ഫിഗർ കിട്ടിയത് കണ്ടോ, 4.11 കിട്ടിയത് കണ്ടോ. 4.11 ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഫിഗർ എങ്ങനെയാണ് കിട്ടിയത്, നമ്മളങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോ ഇയേഴ്സിൻ്റെതും കണ്ടുപിടിച്ച് എല്ലാ ഇയേഴ്സിൻ്റെതും ഈക്വൽ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും. എന്നിട്ട് ലാസ്റ്റ് ഇയർ, അതായത് 5th ഇയർ 6th ഇയറിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, GT അടിച്ചാൽ നിങ്ങൾക്ക് ആ ആനിറ്റി ഫാക്ടർ കിട്ടും. അപ്പോൾ ഈ ആനിറ്റി ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ നിങ്ങളിങ്ങനെ ആനിറ്റി ഫാക്ടർ കണ്ടുപിടിച്ച് അതിനെ കൊണ്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ടൈം സേവ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യാൻ. ടൈം മാനേജ്മെൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂന്ന് ടൈം മാനേജ്മെൻ്റ് ഇല്ലാതെ നടക്കൂല പരിപാടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അതായത് എന്താ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എത്രയാണ് വരുന്നത്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 4,21,000 ആണ്. ആ 4,21,000 ഇഫ് വി ബൈ ഇറ്റ് 4,21,000 ആണ്. മറ്റേത് എത്രയാണ്, നമ്മൾ ഇപ്പോൾ ഇന്ന് കൊടുക്കുകയാണെങ്കിൽ 5 lakh കൊടുക്കണം. അപ്പം നമ്മളെ പ്രസൻറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഏതിനാണ് ഇത് കുറവ്, ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങുന്നതിനാണ് പ്രസൻറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ വാല്യൂ കുറവായിട്ട് വരുന്നത് അല്ലേ. 4,21,000 ആണ് നമ്മുടെ ടോട്ടൽ ഔട്ട്ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ വരുന്നത്. ഇവിടെ 5 lakh നമ്മൾ കൊടുക്കുമ്പോൾ എത്ര, നമുക്കൊരു 79,000 അല്ലെങ്കിൽ 78,000 സംതിങ്ങിൻ്റെ ലോസാണ് നമുക്ക് വരുന്നത്. അപ്പം ഇഫ് വി ബൈ ഇറ്റ് ഫോർ റെഡി ക്യാഷ് ഓഫ് ₹5 lakh, ഔട്ട്ഫ്ലോ വിൽ ബി 5 lakh. ഹെൻസ് ദ ഡോക്ടർ ഷുഡ് ലീസ് ദ അസറ്റ്. അസറ്റ് എന്ത് ചെയ്യണം, ലീസ് ചെയ്യണം. ലീസ് ചെയ്യുന്ന പറഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾമെൻറ്റിന് വാങ്ങണം അല്ലെങ്കിൽ ലീസിന് എടുക്കണം. ഓക്കെ 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 അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആനിറ്റി ഫാക്ടർ എന്താണെന്നാണ്. ഇത് ആനിറ്റി ഫാക്ടർ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയുന്ന ആൾക്കാർ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് MCQനും ഒക്കെ ഈ ആനിറ്റിയും വെച്ചിട്ട്, അതായത് ഈ ജസ്റ്റ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഫോർ 6 years എന്നൊക്കെ തന്ന അല്ലെങ്കിൽ ആനിറ്റി ഫാക്ടർ എന്നൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയും. അപ്പോൾ അതെന്താണ്, ആനിറ്റി എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇതേ കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, SIP ഒക്കെ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരേ എമൗണ്ട് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ആ ഒരേ എമൗണ്ട് നമ്മൾ ഫൗണ്ടേഷനിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. SIP ഇട്ടു, SIPൻ്റെ ആനിറ്റി ആയിട്ട് ഞാനൊരു ഫണ്ട് തുടങ്ങി, ആ ആനിറ്റീൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ്, ഇത്ര 5 yearsലേക്കാണ് ഞാൻ ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ 5 yearsൽ ആ ആനിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഈക്വലായിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ഉള്ള അല്ലെങ്കിൽ ഈക്വലായിട്ട് ക്യാഷ് ഫ്ലോ കിട്ടുന്ന ഇയർലി കിട്ടുന്ന ഒരു ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഈക്വലായ നമ്മൾ ക്യാഷ് ഫ്ലോസിന് ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്തിട്ട് അതിനെ കൊണ്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ 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 ശരി. പിന്നെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.